അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ്. അറബിയിൽ സൗം എന്നൊക്കെ പറയുന്ന ഈ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെയുള്ളൊരു ആരാധനാ കർമ്മം സത്യവിശ്വാസികൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്? എന്തിനാണ് ഇങ്ങനെ സ്വന്തം സൃഷ്ടികളെ പ്രയാസപ്പെടുത്തുന്നത്? അതേപോലെ തന്നെ വിമർശകരും ഇസ്ലാമിനെതിരെ ഇത് വളരെ പ്രധാനമായി ഉന്നയിക്കാറുണ്ട്. വളരെ സാഡിസ്റ്റായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്, വളരെ ക്രൂരനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്, ആ ദൈവത്തിൽ വിശ്വസിച്ചവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊരു ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സത്യത്തിൽ നോമ്പിനെ കൊണ്ട് എന്തെങ്കിലും, അതിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതായത് നോമ്പിൻ്റെ ആത്മീയമായ ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ ഒരു വശം നമ്മൾ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് സൂറത്തുൽ ബഖറയിലെ 183-184 വാചകങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്കും മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും ആക്കപ്പെട്ടിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ ധർമ്മനിഷ്ഠയാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ പറഞ്ഞ അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസം, 30 ദിവസം എന്നർത്ഥം. അതിന് തീരെ പറ്റൂലെങ്കിൽ മാത്രം അത് ഉപേക്ഷിക്കുക എന്ന് തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പരമാവധി ആ 30 ദിവസം എന്തായാലും നോക്കണം, അതായത് റമദാനിലെ 30 ദിവസം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത വരുന്നുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ ഷഹ്റു റമദാനിലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു എന്ന് പറയുന്നുണ്ട്. റമദാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഹാജരായാൽ അവർ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ അയ്യാമ മഅദൂദാത്ത്, ആ എണ്ണത്തിന് എന്തിനാ അത്ര പ്രാധാന്യം കൊടുത്തത്? അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ, റമദാന് നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ എണ്ണത്തിനൊരു പ്രാധാന്യം കൊടുത്ത് എന്ന് മാത്രമല്ല, മൊത്തത്തിലുള്ള മോറൽ ആയിട്ടുള്ള ചിന്തക്ക് അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് ഈ നോമ്പുമായിട്ടൊരു ബന്ധമുണ്ട്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൽ എന്തുണ്ട്, ഒരു മോറൽ തലത്തിലുള്ള ഗുണമുണ്ട് എന്നുള്ള ഒരു വളരെ ശക്തമായൊരു ക്ലെയിം. അതോടൊപ്പം തന്നെ ഈ എത്ര ദിവസം നോൽക്കണം എന്ന് പറഞ്ഞതിലും ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് എന്ന് മാത്രമല്ല, നബി പറഞ്ഞിട്ടുണ്ട് അസ്സൗമു ജുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്, തിന്മകളിൽ നിന്നുള്ള കവചമാണ് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ തഖ്വ ഉണ്ടാക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒക്കെ പിന്നെ നോമ്പ് സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി എന്നാണ് പറയുക. അതായത് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുകയും ദൈവം വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള കഴിവും ഇതുമാണ്, പിന്നെ ബോധവുമാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയും. മലയാളത്തിൽ സൂക്ഷ്മത എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞത് ചെയ്യാനും ദൈവം പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാനും പറ്റുക. ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അതിൽ ചെയ്യാതിരിക്കാൻ പറ്റുക, വജ്തിനാബു നവാഹി എന്നുള്ളത് തഖ്വയുടെ ഒരു ഭാഗമാണല്ലോ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇമ്പൾസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകാരികമായിട്ട് വളരെ ശക്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു, പക്ഷെ അത് നമുക്ക് ദോഷകരമാണ്, അല്ലെങ്കിൽ അത് തിന്മയാണ്. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റണം. അതിനൊരു ട്രെയിനിങ്, അതിൻ്റെ ആത്മീയമായ വശങ്ങൾ വേറെ കുറേ ഉണ്ട്. അതൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. ഇമ്പൾസ് കൺട്രോളിൽ നോമ്പിന്, അതായത് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു ഇമ്പൾസ് കൺട്രോളിനുള്ള എബിലിറ്റി കിട്ടുന്നു, കഴിവ് കിട്ടുന്നു. അതോടൊപ്പം നമ്മളുടെ മൊത്തം മൊറാലിറ്റി ശരിയാവാൻ സഹായിക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. അതും ഈ 30 ദിവസം തന്നെ അത് ചെയ്യാൻ വേണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ലിങ്ക് ബിറ്റ്വീൻ ഫുഡ് കൺട്രോൾ ആൻഡ് ഇമ്പൾസ് കൺട്രോൾ? ഫുഡ് കൺട്രോൾ മാനേജ് ചെയ്യുന്നതും ഈ ഇമ്പൾസ് കൺട്രോളും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നമുക്കൊന്ന് പിന്നെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കാണാം. What I try and do is introduce 20 or so no-goes throughout the day that I deliberately impose on myself as I'm about to get into reflexive action. And it could be delaying a bite of food for a couple of minutes. I realize it sounds almost like an eating disorder thing, but that's for people with eating disorders, probably want to stay away from that one. But there are all sorts of ways that we can do this. We find ways that we are short-circuiting this process. And so I think we need to keep these no-go circuits trained up.
I think nowadays there's so much opportunity and so much reward for go that we don't train the no-go pathways. ഓക്കെ, ഇത് ഹ്യൂബർമാൻ ആണ്, ആൻഡ്രൂ ഹ്യൂബർമാൻ. മൂപ്പർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മെഡിസിനിലെ പ്രൊഫസറാണ്. അപ്പോൾ മൂപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞതിൻ്റെ അകത്തുക ഇതാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണ ഉണ്ട്, ചെയ്യാതിരിക്കണം എന്നുള്ള പ്രേരണയുണ്ട്. അപ്പോൾ മിക്കവാറും ഈ പ്രേരണ, ചെയ്യണം എന്നുള്ള പ്രേരണ ആണ് നമ്മൾ പിന്തുടരുക. ഇപ്പോൾ ഫോൺ എടുക്കണം എന്ന് തോന്നിയാൽ നമ്മൾ ഫോൺ എടുക്കുന്നു, തിന്നണം തോന്നിയാൽ തിന്നുന്നു, കാപ്പി കുടിക്കേണ്ടെന്നുണ്ട് പക്ഷേ കുടിക്കണം തോന്നിയാൽ കുടിക്കുന്നു, കുടിക്കേണ്ടെന്ന് പറയിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇമ്പൾസ് കൺട്രോൾ. ഒരു ദോഷകരമായ സാധനം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൂപ്പര് 20-30 തവണ ഒരു ദിവസം ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയ കാര്യം ചെയ്യാതിരിക്കും. എൻ്റെ അതേ ഉദാഹരണം പറയുന്നത്, എനിക്കൊരു സാധനം കഴിക്കണം എന്ന് തോന്നാണ്. അത് 20 തവണയെങ്കിലും അല്ലെങ്കിൽ 30 തവണയെങ്കിലും അയാൾ അതിനെ നിഷേധിക്കും, അതിനെ വേണ്ടാന്ന് വെക്കും. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് തിന്നണം എന്ന് തോന്നിക്കുന്നത് ഡോപ്പമീനാണല്ലോ. അപ്പോൾ ഈ ഡോപ്പമീൻ നമ്മൾക്ക് പിന്നെ തോന്നിക്കുന്ന ഡോപ്പമീനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളുടെ തലച്ചോറിലെ ഒരു ഭാഗം, ഒരു ന്യൂറോണുകളുടെ ഒരു സെൻറ്റർ ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ആ ബേസൽ ഗാംഗ്ലിയയെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് നോഗോ എന്ന് പറയുന്ന സംഗതിയെ ശക്തിപ്പെടുത്താൻ കഴിയും. നമ്മൾ വിൽ പവർ മസിൽ എന്നാണ് അതിനെ പറയുക. നമ്മളെ വിൽ പവർ മസിലിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. നമ്മളുടെ വിൽ പവറുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീഴ്പ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡോപ്പമീൻ്റെ ഉൽപ്പാദനം വരുമ്പോഴും ഇത് ചെയ്യണം എന്ന് തോന്നുമ്പോഴും ചെയ്യാതിരിക്കാൻ പറ്റും. അതിനുള്ള മാർഗം അദ്ദേഹം ഫസ്റ്റ് പറയുന്നത്, ഭക്ഷണം ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര അത്ഭുതകരമായൊരു സംഗതിയാണ്. ഈ ഭക്ഷണത്തിന് നേരിട്ട് ഇതുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം മാത്രമല്ല നോമ്പിൻ്റെ കാലത്ത് ഇതാക്കണം, വെള്ളം, അതുപോലെ തന്നെ ലൈംഗിക ബന്ധങ്ങൾ, അതേപോലെ അനാവശ്യമായ സംസാരങ്ങൾ. മല്ലം യഥ കൗലസൂരി വല്ലാമൽ ബിഹി ഫലൈസല്ല ഹാജായത ത്വാമോ വശറാത്ത്. അപ്പം ചീത്തയായ വർത്താനം ഇതൊന്നും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഒരാൾ ചീത്ത പറയുന്നത് നമ്മൾ നിർത്തുന്നില്ലെങ്കിൽ നോമ്പോണ്ട് കാര്യമില്ല. ചില ആളുകൾക്ക്, സാധാരണ തെറി പറയുന്ന ആളുകൾക്ക് നോമ്പായി പോയി ഇല്ലെങ്കിൽ കണക്കിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാൻ നമ്മൾ പരിശീലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് മറ്റു മേഖലകളിൽ വിദൂര വ്യാപകമായി നമ്മൾ സങ്കല്പിക്കാത്ത മേഖലയിൽ ഇമ്പൾസ് കൺട്രോൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് വേറൊരു പഠനവും കൂടി ഞാൻ പറയാം. ഇപ്പം ഡാനിയൽ ലിബർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് ബയോളജിക്കൽ സയൻസസിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ മോളിക്യൂൾ ഓഫ് മോർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു സംഗതിയാണ്. റിസർച്ചേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലോവയിലെ റിസർച്ചർമാർ കളക്റ്റഡ് 240 ചിൽഡ്രൻ ഹു വെർ 7 and 8 year old. 7-8 വയസ്സുള്ള 240 കുട്ടികളെ അവർ കൊണ്ടുവന്നു. എന്നിട്ട് asked them to cross a busy street to measure how long they waited and how often a child was hit by a car. എന്നിട്ട് റോട്ടിൽ റോഡ് കടക്കണം, റോട്ടിൽ എപ്പോഴും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എത്ര തവണ കുട്ടികളെ മേത്ത് വണ്ടി ഇടിക്കുന്നുണ്ട്, ഇതാണ് പരീക്ഷണം. പക്ഷെ നോബഡി റിയലി ഗോട്ട് ഹിറ്റ് ബൈ ദ കാറിൽ ഇടിക്കുന്നില്ല, കാരണം റിസർച്ചർ യൂസ് വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചിട്ടാണ്. അതായത് എന്തെങ്കിലും പ്രോജക്ടറൊക്കെ വെച്ചിട്ട് കാർ ഇങ്ങനെ പോണ പോലെ കാണും. അപ്പോൾ ഒരു റോഡ് അവരുണ്ടാക്കി കൃത്രിമമായിട്ട്, കാറുകളും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതാണ്. അപ്പോൾ ഈ കുട്ടികളിൽ ഓൾദോ ഓവർ വെയ്റ്റ് പീപ്പിൾ സംടൈം വാക്സ് മോർ സ്ലോലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ അവർ ആണ് കൂടുതലും കാറിടിക്കുന്നത്. പൊണ്ണത്തടി ഇല്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ തടി കുറവുള്ള കുട്ടികൾ കാറിടിക്കുന്നത്, അതായത് ക്രോസ് ചെയ്യുമ്പോൾ കാറിടിക്കുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത്? നിങ്ങൾക്ക് എന്താ? കുറച്ച് സ്ലോ ആയിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ തോന്നാം, പക്ഷെ അതുകൊണ്ടല്ല അത്രേ. നേരെ മറിച്ച് അതിന് കാരണം, although overweight people sometimes walk more slowly, in this experiment weight had no effect on how fast the children cross the street. ഒരു എഫക്റ്റും വെയിറ്റിനില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വെയിറ്റുള്ള കുട്ടികൾ കൂടുതൽ കാർ ഇടിക്കുന്നത്? ബട്ട് there was a direct relationship between how overweight the child was and how quickly he or she stepped out into the traffic. ആ കുട്ടികൾക്ക് കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. അതായത് കാറ് ഒക്കെ ഒഴിയുന്ന സമയം വരെ
കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. ഏത് കൂടുതൽ തിന്നുകയും ഭക്ഷണത്തിൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ സ്വാധീനമുണ്ട്. അതേസമയം ഭക്ഷണത്തിൽ കൺട്രോളുള്ള ആൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും അവന് കൺട്രോൾ ചെയ്യാൻ, സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ വിദൂര വ്യാപകമായ കൺട്രോൾ നമുക്ക് ലഭിക്കും ഫുഡ് കൺട്രോൾ ചെയ്താൽ. അതേസമയം നമ്മളറിയാത്ത സ്വാധീനങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണല്ലോ ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ലിങ്ക്, വളരെ ശക്തമായൊരു ലിങ്ക് ഫുഡും ഇമ്പൾസ് കൺട്രോളുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ അതിൽ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ അത് റെഡിയാണ്, നോമ്പിന് അങ്ങനെ ഒരു ഇമ്പൾസ് കൺട്രോളുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് വന്നാൽ തന്നെ എന്തിന് 30 ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ അതന്നെ പറഞ്ഞ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ തൊട്ടടിയിലത്തെ ആയത്തിൽ ഷഹർ റമളാൻ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ അയ്യാമ മഅദൂദാത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എണ്ണത്തിനെ പ്രത്യേകം അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഖുർആൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ 30 ദിവസത്തിന് എന്താണ് പിന്നെ പ്രത്യേകത എന്നുള്ളതിന് ഒരു വീഡിയോ നമുക്ക് കാണാം. In order to reset the dopamine system to become unaddicted, 30 days of zero interaction with that substance, that person, etc. Right. Is that correct? Yeah. And 30 days is, in my clinical experience, the average amount of time it takes for the brain to reset reward pathways, for dopamine transmission to regenerate itself. There's also a little bit of science, some imaging studies showing that our brains are still in a dopamine deficit state 2 weeks after we've been using our drug. So again, by depriving ourselves of this high dopamine, high reward substance or behavior, we allow our brains to regenerate its own dopamine for the balance. And then we're in a place where we can sort of enjoy other things. ഓക്കെ, അപ്പോൾ ഇവർ അലംകിയും പിന്നെ ഹ്യൂബർമാനുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഡോപ്പമീൻ, ഹൈ റിവാർഡ് സിസ്റ്റം നടക്കുന്നതുകൊണ്ടാണ് അഡിക്ഷനും ഇമ്പൾസ് കൺട്രോൾ ഇല്ലായ്മയൊക്കെ വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യുന്നു, ഒരു നിയന്ത്രണമില്ല. എന്തുകൊണ്ട്? ഡോപ്പമീൻ ഉഷാറായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നമുക്ക് വളരെ റിവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ശരിയാക്കണമെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം, ആ സിസ്റ്റത്തെ മാറ്റി നല്ലൊരു രൂപത്തിലേക്ക് നമ്മളെ ബ്രെയിനിനെ കൊണ്ടുവരണമെങ്കിൽ 30 ദിവസം വേണമെന്നാണ്. അപ്പോൾ ആ ദിവസത്തിന് പോലും പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അതിന് മനസ്സിലാവുന്നത്. അപ്പോൾ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു അഡിക്ഷനിലൂടെ, ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ നോമ്പ് കാലത്ത് അയാളത് ഉപേക്ഷിക്കാം. അതിലൂടെ അയാൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും പിന്നെ ഇമ്പൾസ് കൺട്രോൾ കിട്ടാനും അയാളുടെ പിന്നെ വൈകാരികമായ ഇച്ഛകളെ, ഭോഗേച്ഛകളെ ഒക്കെ നിയന്ത്രിക്കാനൊക്കെ ഉള്ള കഴിവ് കിട്ടുകയും അയാൾ തക്കവുള്ളവനായി മാറാൻ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലൂടെ അവന് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇസ്ലാം ആ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമ്മൾ പഠനങ്ങളിലൂടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൽ നിങ്ങൾ അത്ഭുതകരമാണ് ആയി തോന്നി എന്ന് പറഞ്ഞ സംഭവം ആ ട്രാഫിക്, ഒരു വിർച്വൽ റിയാലിറ്റിയിൽ ആ ട്രാഫിക്കിൽ ആ കുട്ടികളിൽ നടത്തിയ എക്സ്പെരിമെൻ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫുഡുമായിട്ടുള്ള ലിങ്ക് പറഞ്ഞല്ലോ, അതിൽ എനിക്ക് പെട്ടെന്ന് അതിങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നമ്മുടെ ഫുഡിലുള്ള ഇമ്പൾസ് കൺട്രോൾ, ഫുഡിൻ്റെ വിഷയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് നോമ്പിനെ കുറിച്ചാണ്. നോമ്പല്ലാത്ത സമയങ്ങളിലും ആ ഫുഡിൻ്റെ കൺട്രോളിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ബി ഹസ്ബി ബിനി ആദം അക്കലാത്തുൻ യുഖിംന സുൽബഹു എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആദം സന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം അവരെ നട്ടലിൽ നിന്ന് പുറത്താനുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി അവൻ അത്യാവശ്യമാണെങ്കിൽ 1/3 ഭക്ഷണത്തിന്, 1/3 പാനീയങ്ങൾക്ക്, അതേപോലെ 1/3 അവൻ്റെ വായു, അതായത് കാലിയായിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ ഫുഡിനെ നിയന്ത്രിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെന്നുള്ള. അതോടൊപ്പം 1/3 പിന്നെ ഒരു വിശ്വാസിയാവുമ്പോൾ പ്രത്യേകം വരുന്നൊരു സ്വഭാവമായിട്ട് ഇസ്ലാം പറയുന്നത്. അപ്പോൾ നമ്മളൊരു തക്വയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മളുടെ ഫുഡിലെ കൺട്രോൾ എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അതായത് നമ്മൾക്ക് ഈമാൻ കൂടിക്കഴിഞ്ഞാൽ ഈ തീറ്റ പറയുന്നത്. ഒരു ഹദീസിലുണ്ടല്ലോ, ഒരു സഹാബി മുസ്ലിം അല്ലാത്ത സമയത്ത് ഒരുപാട് തിന്നിരുന്നു, ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു ഒരു തീറ്റക്കാരൻ എന്നുള്ള രൂപത്തിൽ. അതേസമയം അയാൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വളരെ കുറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു, നീ എന്താ അധികം തിന്നാത്ത? അപ്പം നബി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഈമാൻ്റെ ഒരു ഭാഗമാണ്, ഈമാൻ കൂടുന്നതിനനുസരിച്ച് തീറ്റ കുറയും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈമാൻ്റെയും തക്വയുടെയും ഒരു വലിയ ഭാഗം ഈ ഇമ്പൾസ് കൺട്രോളിൻ്റെ ഏറ്റവും ലിങ്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം, അത് നോമ്പിലൂടെ അല്ലാതെയും ഇസ്ലാം പഠിപ്പിച്ചു എന്നുള്ളത് വളരെ ഒരു അത്ഭുതം നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇസ്ലാം എത്ര സുന്ദരമായൊരു ദർശനമാണ് എന്ന് നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ. ഏതായാലും വളരെ ഉപകാരപ്രദമായ
ഒരു വിഷയമായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോകളിൽ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.